ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഒരു അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസിയുടെ അരിത്തമെറ്റിക് മീൻ ആണ് 1/n സമ്മേഷൻ ഓവർ i = 1 to n xi. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമുക്ക് കിട്ടും അല്ലേ. അപ്പം എക്സ്പെക്റ്റേഷൻ്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ എക്സിൻ്റെ മീനാണ്, അരിത്തമെറ്റിക് മീനാണ്. AM എന്ന് വെച്ചാൽ അരിത്തമെറ്റിക് മീൻ. അപ്പോൾ ഇതേപോലെ നമുക്ക് ജോമെട്രിക് മീനിനെയും ഹാർമോണിക് മീനിനെയും എക്സ്പെക്റ്റേഷൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാം. HM എന്താണ്? ഹാർമോണിക് മീൻ. ഹാർമോണിക് മീനിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? 1 ഡിവൈഡഡ് ബൈ 1/n സമ്മേഷൻ ഓവർ i 1/xi. അപ്പം ഹാർമോണിക് മീനിനെ, എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളിൻ്റെ ഹാർമോണിക് മീനിനെ എക്സ്പെക്റ്റേഷൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഹാർമോണിക് മീൻ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് 1/x, അല്ലെങ്കിൽ ഹാർമോണിക് മീൻ ഈക്വൽ ടു 1/എക്സ്പെക്റ്റേഷൻ ഓഫ് 1/x. ഇനി ജോമെട്രിക് മീൻ എങ്ങനെയാണ് വരിക? ജോമെട്രിക് മീൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ദ nth റൂട്ട് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് x1 x2 etc xn. ഓക്കെ, അപ്പം നമുക്ക് ലോഗരിതം എടുക്കാം. ജോമെട്രിക് മീനിൻ്റെ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/n സമ്മേഷൻ ഓവർ ലോഗ് xi. അങ്ങനെയാണെങ്കിൽ ജോമെട്രിക് മീൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ആൻറ്റി ലോഗ് ഓഫ് 1/n സമ്മേഷൻ ലോഗ് xi. അപ്പം ഈ ഫോമിൽ ഇതിനെ നമുക്ക് എക്സ്പെക്റ്റേഷൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ജോമെട്രിക് മീൻ കാണാൻ എങ്ങനെ ചെയ്താൽ മതി? ആൻറ്റി ലോഗ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് ലോഗ് എക്സ്. അപ്പം അരിത്തമെറ്റിക് മീന്, ഹാർമോണിക് മീന്, ജോമെട്രിക് മീനൊക്കെ എക്സ്പെക്റ്റേഷൻ്റെ ടേംസിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പഠിച്ചു വയ്ക്കുക. അപ്പം നമ്മൾ കണ്ടു മീൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. വേരിയൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു മൊമെൻറ്റ്സ് പഠിച്ചപ്പം. വേരിയൻസ് കാണുന്നത് μ2 എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പം അതിനെ നമുക്ക് എഴുതാം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പം എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വേരിയൻസ് കാണാനായിട്ട് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കുക, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. അത് രണ്ടും കാണാൻ അറിയാം അല്ലേ, എക്സ്പെക്റ്റേഷൻ കാണാൻ. ഇനി വേരിയൻസ് കാണാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് വേരിയൻസ് കാണുക. ഇനി നമുക്ക് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് റാൻഡം വേരിയബിൾ ഉണ്ട്. ഡിപ്പെൻഡൻ്റ് ആയിക്കോട്ടെ ഇൻഡിപെൻഡൻ്റ് ആയിക്കോട്ടെ. അതിൻ്റെ ബൈവേരിയേറ്റ് മൊമെൻറ്റിനെയാണ് നമ്മൾ കൊവേരിയൻസ് എന്ന് വിളിക്കുക. അപ്പോൾ കൊവേരിയൻസ് എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. എക്സിൻ്റെ വൈയുടെ കൊവേരിയൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഒരു സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കൊണ്ടുവരാം. അപ്പം ബ്രാക്കറ്റിനുള്ളിലുള്ള ടേംസിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു, അതിലേക്ക് എക്സ്പെക്റ്റേഷൻ ഇട്ട് കഴിയുമ്പം നമുക്ക് ഈ ഒരു ഫോമിൽ വരും. ഇനി ഇവിടുന്ന് ലാസ്റ്റ് 3 ടേംസ് ഈക്വൽ ആണല്ലേ, അപ്പോൾ 2 ടേം അതിൽ ക്യാൻസൽ ആവും. ബാക്കി എന്താ വരിക? എക്സ്പെക്റ്റേഷൻ എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. അതാണ് കൊവേരിയൻസ് കാണാനായിട്ട് എക്സ്പെക്റ്റേഷൻ്റെ ടേംസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. അപ്പോൾ നമുക്ക് എക്സും വൈയും 2 റാൻഡം വേരിയബിൾ ഉണ്ട്. അതിൻ്റെ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കൊവേരിയൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആദ്യമേ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ കാണണം. എക്സ് വൈയുടെ എക്സ്പെക്റ്റേഷൻ കാണാൻ അറിയാം അല്ലേ? എക്സ്പെക്റ്റേഷൻ ഓഫ് മോർ ദാൻ 1 റാൻഡം വേരിയബിൾസ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ കണ്ടിരുന്നു. സമ്മേഷൻ ഓവർ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. അങ്ങനെ എക്സ്പെക്റ്റേഷൻ എക്സ് വൈ നമുക്ക് കാണാം. പിന്നെ എക്സ്പെക്റ്റേഷൻ എക്സ് കാണാൻ എന്ത് വേണം? ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ കൺസിഡർ ചെയ്യണം. അതേപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈയും കാണാം. അപ്പോൾ ആ 3 എക്സ്പെക്റ്റേഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊവേരിയൻസ് കാണാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. അത് എക്സ്പെക്റ്റേഷൻ്റെ ടേംസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. കോറിലേഷനെ നിങ്ങൾ ഡേറ്റയിൽ നിന്ന് കാണാനായിട്ട് പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിലെ ക്ലാസ്സുകളിൽ. അപ്പം ഇവിടെ എക്സ്പെക്റ്റേഷൻ്റെ ടേംസിൽ, അല്ലെങ്കിൽ ഈ കൊവേരിയൻസിൻ്റെയും വേരിയൻസിൻ്റെയും ടേംസിൽ കോറിലേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് covariance of xy divided by
റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് വൈ. അല്ലെങ്കിൽ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? വേരിയൻസിൻ്റെ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അപ്പം ഇതിന് കൊവേരിയൻസിനും വേരിയൻസിനും എക്സ്പെക്റ്റേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പെക്റ്റേഷൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ വരിക? എക്സ്പെക്റ്റേഷൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെയാണ് കോറിലേഷൻ ഓഫ് എക്സ് വൈ കാണുന്നത്. അപ്പം കോറിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ജോയിൻറ്റ് PDF തന്നു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ എക്സ് വൈ കാണുക, എക്സ്പെക്റ്റേഷൻ എക്സ് കാണുക, എക്സ്പെക്റ്റേഷൻ വൈ കാണുക, എക്സ്പെക്റ്റേഷൻ എക്സ് സ്ക്വയർ കാണുക, എക്സ്പെക്റ്റേഷൻ വൈ സ്ക്വയർ കാണുക. ഈ 5 ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് വൈ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കൊവേരിയൻസിൻ്റെയും വേരിയൻസിൻ്റെയും ചില സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. നമുക്ക് 2 റാൻഡം വേരിയബിൾസ് ഉണ്ടെന്ന് കരുതുക. x1ഉം x2ഉം 2 ഡിഫറെൻറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ x1 പ്ലസ് x2വിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ് 2 ടൈംസ് കൊവേരിയൻസ് ബിറ്റ്വീൻ x1 x2. അതേപോലെ x1 മൈനസ് x2വിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 മൈനസ് 2 ടൈംസ് കൊവേരിയൻസ് ഓഫ് x1 x2. ഇത് രണ്ടും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം x1 പ്ലസ് x2വിൻ്റെ വേരിയൻസ് കാണാനായിട്ട്. അപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. സോ ഇൻ ജനറൽ വി ക്യാൻ സേ ദ വേരിയൻസ് ഓഫ് സം ഓഫ് n റാൻഡം വേരിയബിൾസ് is given by summation over variance of xi plus summation over I summation over j 2 times covariance of xi xj. ഇനി അടുത്തത് x1ഉം x2ഉം 2 ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആവുന്ന കേസിൽ നമ്മൾ പഠിച്ചിരുന്നു ഇഫ് എക്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ അല്ലെങ്കിൽ ഇഫ് x1 ഇൻഡിപെൻഡൻറ്റ് ഓഫ് x2 then expectation of x1 x2 equal to expectation of x1 into expectation of x2. ഇത് നമ്മൾ എക്സ്പെക്റ്റേഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തിയറമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ കൊവേരിയൻസ് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് x1 x2 മൈനസ് എക്സ്പെക്റ്റേഷൻ x1 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ x2. അത് 0 ആയി മാറും അല്ലേ? x1 ഇൻഡിപെൻഡൻറ്റ് ഓഫ് x2 ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 എന്താണ്? വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2. അന്നേരം വേരിയൻസ് ഓഫ് x1 മൈനസ് x2 എന്താണ്? അവിടെയും കൊവേരിയൻസ് 0 ആവും. x1 ഇൻഡിപെൻഡൻറ്റ് ഓഫ് x2 ആണെങ്കിൽ അവിടെയും വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 തന്നെയാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ഇഫ് x1 ഇൻഡിപെൻഡൻറ്റ് ഓഫ് x2 then വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 മൈനസ് x2 ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2. ക്ലിയർ ആണല്ലോ? വേരിയൻസിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്. ഒരു റാൻഡം വേരിയബിൾ എക്സിന് വേരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും 0യോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പറോ ആയിരിക്കും. വേരിയൻസ് ഒരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കത്തില്ല. കാരണം വേരിയൻസ് എന്ന് പറയുന്നത് മീൻ വാല്യൂവിൽ നിന്ന് ബാക്കി ഒബ്സർവേഷൻസിനുള്ള ആ ഒരു ഡിസ്റ്റൻസിൻ്റെ മെഷറാണ്, അല്ലെങ്കിൽ ഒരു സ്പ്രെഡ് ചെയ്തിരിക്കുന്നതിൻ്റെ മെഷറാണ് വേരിയൻസ് എന്ന് പറയുക. മീൻ വാല്യൂവിൽ നിന്ന് ബാക്കിയുള്ള ഒബ്സർവേഷൻ സ്പ്രെഡ് ചെയ്തിരിക്കുന്നതിൻ്റെ മെഷർ. അതൊരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കത്തില്ല, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പം വേരിയൻസ് ഓഫ് എക്സ് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു ഡേറ്റ തന്ന അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്ന എക്സാമിന് വേരിയൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ അപ്പോൾ തന്നെ ഉറപ്പിച്ചോണം നിങ്ങളുടെ ആൻസർ തെറ്റിയിട്ടുണ്ട്. എല്ലായ്പ്പോഴും വേരിയൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്കൊരു റാൻഡം വേരിയബിൾ എക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ റൂട്ടിനേക്കാളും തുല്യമോ കുറവോ ആയിരിക്കും. എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച പ്രോപ്പർട്ടി വേരിയൻസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതിൽ നിന്നാണ്. അപ്പം നമുക്ക് വേരിയൻസ് ഓഫ് റൂട്ട് എക്സ് എങ്ങനെ എഴുതാം? expectation of root x the whole square minus expectation of root x the whole square greater than or equal to 0. അതിൽ നിന്നാണ് നമുക്കിതിൻ്റെ പ്രൂഫ് എഴുതാവുന്നത്. പ്രൂഫ് നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ് പ്രൂഫ് അല്ലേ? വേരിയൻസ് ഓഫ് റൂട്ട് എക്സ് കൺസിഡർ ചെയ്യുക.
വേരിയൻസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് വേരിയൻസ് ഓഫ് റൂട്ട് എക്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അങ്ങനെ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്ത പ്രോപ്പർട്ടി, എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എ ഇൻറ്റു എക്സ് കൺസിഡർ ചെയ്തു. ദെൻ വേരിയൻസ് ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ PDF ഉണ്ട്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് വേരിയൻസ് ഓഫ് 2x. അപ്പം എങ്ങനെ കണ്ടുപിടിക്കുക? 2 ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് അല്ല വരുന്നത്, 2 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് വരും. അപ്പം ഈ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതെങ്ങനെയാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്? വേരിയൻസ് ഓഫ് എ എക്സ് കാണാൻ നമ്മൾ എക്സ്പെക്റ്റേഷൻ്റെ ടേംസിൽ അതിൻ്റെ ഡെഫിനിഷൻ എഴുതി. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ കിട്ടി. എ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ എ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. പ്രൂഫ് വളരെ സിമ്പിളാണ്, ഓർത്ത് വയ്ക്കുക. അടുത്ത പ്രോപ്പർട്ടി, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ദെൻ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ. എന്ത് വരും? എക്സ് പ്ലസ് വൈ ആയിരുന്നെങ്കിൽ വേരിയൻസ് എന്ത് വരും? വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് കോവേരിയൻസിൻ്റെ ടേം ഇല്ല. അപ്പോൾ ഇവിടെ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് ബി വൈ വരും. വേരിയൻസ് ഓഫ് എ എക്സ് എന്താണ്? എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് വൈ. അപ്പം ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ എന്ത് വരും? ഇവിടെ ഒരു കൊവേരിയൻസിൻ്റെ ടേം കൂടെ വരും. കൊവേരിയൻസിൻ്റെ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞിട്ട് നമുക്കത് എന്താവുമെന്ന് പറയാം. കൊവേരിയൻസിൻ്റെ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് കൊവേരിയൻസ് ഓഫ് എക്സ് എക്സ്. എക്സിൻ്റെയും കൊവേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് തന്നെയാണ്. കാരണം എന്താ? കൊവേരിയൻസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. അപ്പം ഇവിടെ എക്സും എക്സും ആണ്. അപ്പം എന്ത് വരും ഡെഫിനിഷൻ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. എന്താണ്? എക്സ്പെക്റ്റേഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അതെന്താണ്? വേരിയൻസ് ഓഫ് എക്സ്. അപ്പം കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് ഈസ് വേരിയൻസ് ഓഫ് എക്സ്. അടുത്ത പ്രോപ്പർട്ടി, എക്സിൻ്റെയും മൈനസ് വൈയുടെയും കൊവേരിയൻസ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് കൊവേരിയൻസ് എക്സ് വൈ. എങ്ങനെയാണ് കാണുന്നതെന്നുള്ള പ്രൂഫ് നിങ്ങൾ ആറാമത്തെ പ്രോപ്പർട്ടി പേജ് നമ്പർ 32-ൽ 6th പ്രോപ്പർട്ടിയിൽ പ്രൂഫ് തന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ് പ്രൂഫ്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയാണെന്നുള്ളത് നോക്കി മനസ്സിലാക്കുക. അടുത്ത പ്രോപ്പർട്ടി, എയും ബിയും രണ്ട് കോൺസ്റ്റൻസ് ആണ്. അപ്പം എക്സ് പ്ലസ് എയുടെയും വൈ പ്ലസ് ബിയുടെയും കൊവേരിയൻസ് എന്ന് പറയുന്നത് എക്സ് വൈയുടെ കൊവേരിയൻസിന് ഈക്വൽ ആയിരിക്കും. ഇത് എങ്ങനെ കിട്ടുന്നതെന്ന് അറിയാനായിട്ട് കൊവേരിയൻസ് ഓഫ് എക്സ് പ്ലസ് എ വൈ പ്ലസ് ബിയുടെ ഡെഫിനിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എ ഇൻറ്റു വൈ പ്ലസ് ബി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ പ്ലസ് ബി. അത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ കൊവേരിയൻസ് ഓഫ് എക്സ് വൈ കിട്ടും. ഓക്കെ, അത് സോൾവ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം ഇത് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പം അത് എന്തായാലും ചെയ്ത് നോക്കുക. അടുത്ത പ്രോപ്പർട്ടി, എ എക്സ് ബി വൈയുടെ കൊവേരിയൻസ് എന്ന് പറയുന്നത് എ ബി ഇൻറ്റു കൊവേരിയൻസ് എക്സ് വൈ ആണ്. ഇതും നമുക്ക് കിട്ടാൻ ഡെഫിനേഷനിൽ എക്സ്പെക്റ്റേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് അല്ല. ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ കൊവേരിയൻസ് 0 ആകും അല്ലേ. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ എ എക്സ് പ്ലസ് ബി വൈയുടെ കൊവേരിയൻസ് എന്ത് വരും? എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ബി സ്ക്വയർ വേരിയൻസ് ഓഫ് വൈ പ്ലസ് 2ab കൊവേരിയൻസ് ഓഫ് എക്സ് വൈ. കൊവേരിയൻസിൻ്റെ ബാക്കി പ്രോപ്പർട്ടീസ് പേജ് നമ്പർ 33-34 കിടപ്പുണ്ട്. പ്രോപ്പർട്ടീസ് 9, 10, 11, 12. അപ്പം ഇത് നോക്കുക, അതിൻ്റെ പ്രൂഫും അതിൻ്റെ കൂടെ തന്നെ കിടപ്പുണ്ട്. പ്രോപ്പർട്ടീസ് നോക്കി എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇനിയിപ്പം ക്വസ്റ്റ്യനിൽ ചിലപ്പം ഇത് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചാൽ ഷോർട്ട് കട്ട് മെത്തേഡാണ് അല്ലേ. അതിൻ്റെ റിസൾട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ പ്രോപ്പർട്ടീസും അതിൻ്റെ പ്രൂഫും നോക്കി പഠിച്ചു വയ്ക്കുക. പ്രോപ്പർട്ടീസ് കഴിഞ്ഞുള്ള പ്രോബ്ലംസ് എല്ലാവരും നോക്കുക. വർക്ക്ഡ് ഔട്ട് പ്രോബ്ലംസ് ആണ്. 1.16 തൊട്ട് 1.22 വരെയുള്ള പ്രോബ്ലംസ് എല്ലാം എളുപ്പമുള്ളതാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കോൺസെപ്റ്റ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഏതെങ്കിലും ഒരു പ്രോബ്ലം ബുദ്ധിമുട്ടായിട്ടോ മനസ്സിലാവുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. ഇനി അത് എടുത്തു തരണം എന്നുണ്ടെങ്കിൽ എടുത്തു തരുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ എടുത്തു തരുള്ളൂ. കാരണം ഇത് വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ആണ്.
അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ കണ്ടു, മൊമെൻറ്റ്സ് കണ്ടു, വേരിയൻസ്, കൊവേരിയൻസ് ഒക്കെ കണ്ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്. ഇതിനെ നമുക്ക് ഷോർട്ട് ഫോമിൽ MGF എന്ന് വിളിക്കാം. മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് mx(t) എന്നാണ്. അപ്പം എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് mx(t). അപ്പം മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ നമ്മൾ എക്സ്പെക്റ്റേഷൻ്റെ ടേംസിലാണ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ്റെ ടേംസിൽ MGFനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് കണ്ടോ, എക്സ്പെക്റ്റേഷൻ ഓഫ് e⁻⁡tx. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാൻ നമുക്കറിയാം അല്ലേ, എക്സ്പെക്റ്റേഷൻ ഓഫ് x² കാണാനും അറിയാം. അപ്പം മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി, e⁻⁡tx കൊണ്ട് ഉള്ള എക്സ്പെക്റ്റേഷൻ കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നത് നോക്കിയാൽ പേജ് നമ്പർ 38. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ആൻഡ് ലെറ്റ് എച്ച് ബി എ പോസിറ്റീവ് റിയൽ നമ്പർ. Then for all t element of -h, if the mathematical expectation of e⁻⁡tx exists, then mx(t) equal to expectation of e⁻⁡tx is called the moment generating function of x. Okay, ഇതാണ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. വാട്ട് ഈസ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഡിഫൈൻ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. അല്ലാതെ ഈ ഒരു ഫോർമുല മാത്രം എഴുതിയാൽ പോരാ, ഇക്വേഷൻ മാത്രം എഴുതിയാൽ പോരാ, ഈ കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് എഴുതണം. അപ്പം -h എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആകാം. അങ്ങനെയുള്ളൊരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ടിക്കും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എപ്പം മാത്രം, ഈ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. അങ്ങനെയുള്ള എല്ലാ ടിയിലും mx(t) ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇനി mx(t)യുടെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമുക്കുള്ളത്. അതായത് പേര് പോലെ തന്നെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. മൊമെൻറ്റ്സ് എന്താണ്, നമ്മൾ കണ്ടിരുന്നല്ലേ, μ1, μ2, μ1', μ2'. അതാണ് സെൻട്രൽ മൊമെൻറ്റ്സ്, റോ മൊമെൻറ്റ്സ് ഒക്കെ. അപ്പം അതിനെ നമ്മൾ എക്സ്പെക്റ്റേഷൻ്റെ ടേംസിൽ നമ്മൾ എഴുതിയത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, എക്സ്പെക്റ്റേഷൻ ഓഫ് x², എക്സ്പെക്റ്റേഷൻ ഓഫ് x³. അപ്പം ഇതൊക്കെ നമുക്ക് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം അതിന് നമുക്ക് മെയിനായിട്ട് 2 മെത്തേഡ്സ് ആണുള്ളത്. അതിൻ്റെ കൂടെ കുറേയേറെ എക്സാമ്പിൾസും നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ്, ഹൗ ടു ഫൈൻഡ് മൊമെൻറ്റ്സ് ഫ്രം മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. അപ്പം ആദ്യത്തെ മെത്തേഡ് എന്താണ്, mx(t) എക്സ്പാൻഷൻ എഴുതുവാണെങ്കിൽ, mx(t)യുടെ എക്സ്പാൻഷൻ എഴുതുവാണെങ്കിൽ അതിൽ t⁻r/r ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് rth റോ മൊമെൻറ്റ് എന്ന് പറയുന്നത്. rth റോ മൊമെൻറ്റ് എന്താണ്, μr', എക്സ്പെക്റ്റേഷൻ ഓഫ് x⁻⁴ അല്ലേ. റോ മൊമെൻറ്റ് എങ്ങനെയാണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് x-0 r. അപ്പം rth റോ മൊമെൻറ്റ് കിട്ടാൻ mx(t) എക്സ്പാൻഡ് ചെയ്യുക, t⁻r/r ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതുക. അപ്പം നമുക്ക് ജനറലായിട്ട് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പൊണൻഷ്യലിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് അറിയാം അല്ലേ. e⁻x എന്താണ്, 1 + x + x² ഫാക്ടോറിയൽ x³ 3 പ്ലസ് എക്സെട്ര. അപ്പം e⁻txൻ്റെ എക്സ്പാൻഷൻ എന്തായിരിക്കും, 1 + tx + tx² ഫാക്ടോറിയൽ tx³ 3 പ്ലസ് എക്സെട്ര. അപ്പം നമ്മുടെ MGF എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് e⁻x. അപ്പോൾ ഈ എക്സ്പാൻഡഡ് ടേംസിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക, കണ്ടോ. എക്സ്പെക്റ്റേഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 1ൻ്റെ എക്സ്പെക്റ്റേഷൻ 1 തന്നെ, പ്ലസ് t×xൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്, t× എക്സ്പെക്റ്റേഷൻ ഓഫ് x. t² x² ഫാക്ടോറിൻ്റെയോ t² ഫാക്ടോറിയൽ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ x². സോ ഇവിടെ നോക്കിക്കേ, എക്സ്പെക്റ്റേഷൻ x എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് t. അപ്പോൾ അതിനെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് t/1 ഫാക്ടോറിയൽ എന്ന് വിളിക്കാം. 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് x² എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് t² ഫാക്ടോറിയൽ. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് x³ എന്താണ്, അതായത് തേർഡ് റോ മൊമെൻറ്റ് എന്താണ്, ഇറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് t³ 3 ഫാക്ടോറിയൽ. So in general, rth raw moment is the coefficient of t⁻r/r factorial.
അപ്പം റോ മൊമെൻറ്റ് കിട്ടാനുള്ള അടുത്ത മെത്തേഡാണ് എം എക്സ് ഓഫ് ടിയുടെ ആർത്ത് ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുത്ത ശേഷം ടി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആർത്ത് റോ മൊമെൻറ്റ്. മുമ്പ് എന്താ പറഞ്ഞത്? ആർത്ത് റോ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ അതിന് പകരം എം എക്സ് ഓഫ് ടി, എക്സ്പാൻഷൻ ഒന്നും എടുക്കണ്ട, എം എക്സ് ഓഫ് ടിയെ ഫസ്റ്റ് ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ടി ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇനി ആ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് ടി ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. എന്ത് കിട്ടി? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ. ഇനി അതിനെ ആ സെക്കൻഡ് ഡെറിവേറ്റീവിനെ ടി ഈക്വൽ ടു 0 ഇട്ടിട്ടല്ല, സെക്കൻഡ് ഡെറിവേറ്റീവിനെ ഇൻ ടേംസ് ഓഫ് ടിയിൽ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ d3/dt റേസ് ടു 3 വരും. അപ്പോൾ എന്ത് കിട്ടുന്നു? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ക്യൂബ്. അപ്പം ഇങ്ങനെയും നമുക്ക് ആർത്ത് റോ മൊമെൻറ്റ് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ മെത്തേഡിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം എം എക്സ് ഓഫ് ടി എന്താണ്, അപ്പോൾ അതിനെ ഒരു എക്സ്പാൻഡഡ് ഫോമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എം എക്സ് ഓഫ് ടി. പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യുമ്പം അതിൻ്റെ എക്സ്പാൻഷൻ എഴുതേണ്ട കാര്യമില്ല. ഇവിടെ എക്സ്പാൻഷൻ എന്തിനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് മെത്തേഡ് പോലെ തന്നെ സെക്കൻഡ് മെത്തേഡും കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്പാൻഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഡെറിവേറ്റീവ് ഒക്കെ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാം. പ്രൂഫ് നോക്കുക. ഈ പ്രൂഫ് ഒന്ന് നോക്കി വെക്കുക. ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം, ഡിഫൈൻ ദ മെത്തേഡ്സ് ഫോർ ഫൈൻഡിങ് മൊമെൻറ്റ്സ് ഫ്രം മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. അപ്പം ഈ രണ്ട് റിസൾട്ട് എഴുതി അതിൻ്റെ പ്രൂഫ് കൂടി എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. സോ ഇതിൻ്റെ പ്രൂഫ് നോക്കി വയ്ക്കുക. വളരെ സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ 1-2 പ്രോബ്ലംസ് നോക്കാം. അപ്പം പ്രോബ്ലം 1.23 നോക്കിക്കേ. എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ പി എം എഫ് തന്നിട്ടുണ്ട്. q റേസ് ടു x മൈനസ് 1 ഇൻറ്റു പി ഫോർ എക്സ് റേഞ്ചസ് ഫ്രം 1 2 3 എക്സെട്ര ഇൻഫിനിറ്റി വരെ പോവാണ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ എം ജി എഫ് കാണണം, അതിനുശേഷം മീനും വേരിയൻസും കാണണം. അപ്പം നമുക്ക് ആദ്യമേ ഇതിൻ്റെ എം ജി എഫ് കാണാം, എന്നിട്ട് എങ്ങനെയാണ് മീനും വേരിയൻസും കാണേണ്ടതെന്ന് നോക്കാം. എം ജി എഫ് കാണാൻ എന്താ ചെയ്യേണ്ടത്? എം എക്സ് ഓഫ് ടി എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. അപ്പോൾ ഇത് എക്സ് എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര ആണ്. അപ്പം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ് അല്ലേ? അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? സമ്മേഷൻ ഓവർ എക്സ് ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് q റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു പി. ഇനി ഇത് എക്സിന് 1 2 3 ഇട്ട് കൊടുത്താൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും സോൾവ് ചെയ്താലോ? ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആദ്യമേ 1 ഇട്ട് കൊടുത്തു. പി എടുത്ത് നമ്മൾ ഔട്ട്സൈഡ് എഴുതി. പി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ആദ്യമേ 1 ഇട്ട് കൊടുത്തു. അപ്പം ഇ റേസ് ടു ടി എക്സ് ഇ റേസ് ടു ടി ആയി. q റേസ് ടു എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് q റേസ് ടു 0. അടുത്ത 2 ഇട്ട് കൊടുക്കുമ്പം ഇ റേസ് ടു 2t ഇൻറ്റു q പ്ലസ് എക്സെട്ര. ഇനി ഇതിനകത്ത് ഇ റേസ് ടു ടി നമുക്ക് കോമൺ ആണ്, അത് ഔട്ട്സൈഡ് എടുക്കാം. അപ്പം പി ഇൻറ്റു ഇ റേസ് ടു ടി 1 പ്ലസ് q ഇ റേസ് ടു ടി പ്ലസ് q സ്ക്വയർ ഇ റേസ് ടു 2t പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓക്കെ, അതെന്ന് പറയുന്നത് 1 മൈനസ് എക്സ് ഹോൾ ഇൻവേഴ്സിൻ്റെ എക്സ്പാൻഷൻ ആയിരുന്നു. സോ എക്സിന് പകരം q ഇൻറ്റു ഇ റേസ് ടു ടി ആക്കി കൺസിഡർ ചെയ്യുമ്പം വി വിൽ ഗെറ്റ് p ഇൻറ്റു ഇ റേസ് ടു ടി ബൈ 1 മൈനസ് q ഇൻറ്റു ഇ റേസ് ടു ടി. അതാണ് നമ്മുടെ എം ജി എഫ് എന്ന് പറയുന്നത്. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഇതിനകത്ത് നിന്ന് മീനും വേരിയൻസും കാണും. അപ്പം മീനും വേരിയൻസും കാണാൻ നമുക്ക് എന്തൊക്കെ വേണം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും വേണം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറും വേണം. അപ്പം അത് കിട്ടാൻ നമുക്ക് മൊമെൻറ്റ്സ് ഇതിനകത്ത് നിന്ന് എടുത്താൽ മതി അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നതാണോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണോ ഏതാ എളുപ്പം? എക്സ്പാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഇ റേസ് ടു ടി കിടപ്പുണ്ട്. സോ എക്സ്പാൻഡ് ചെയ്യുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് എക്സ്പെക്റ്റേഷൻ എക്സും എക്സ്പെക്റ്റേഷൻ എക്സ് സ്ക്വയറും കാണാനായിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ടി 0 കൊടുത്ത് വാല്യൂസ് എടുക്കാം. അപ്പോൾ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണ്ട മൊമെൻറ്റ്സ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. ഇതിൽ ടി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് μ1 കിട്ടും. μ1 ഡാഷ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്.
ഇനി ഈ ടേമിനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ആൻസറിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് അതിനകത്ത് ടി ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് μ2' കിട്ടുക. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ബുക്കിലുണ്ട്, നിങ്ങളുടെ നോട്ടിലുണ്ട്. നോക്കി മനസ്സിലാക്കാം, നിങ്ങൾക്ക് ഡിഫറൻഷിയേഷൻ അറിയാമല്ലോ. സോ ടി ഈക്വൽ ടു 0 ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് വരിക? സോ μ1' μ2' നമുക്ക് കിട്ടി. ഇനി മീൻ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് μ1' തന്നെ, ദാറ്റ് ഈസ് 1/p. വേരിയൻസ് എന്താണ്? വേരിയൻസ് എന്ന് പറയുന്നത് μ2 ആണ്. μ2 എന്താണ്? μ2' മൈനസ് μ1' ദ ഹോൾ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടി? q/p². സോ നമുക്കൊരു PDF തന്നു, നമ്മൾ അതിനകത്ത് നിന്ന് MGF കണ്ടു, അതിനെ ഡിഫറൻഷിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് മീനും വേരിയൻസും കണ്ടു. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം നോക്കിക്കേ. അടുത്ത പ്രോബ്ലത്തിലെ PDF എന്താണ്? e⁻⁻x ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പം എക്സ് ഒരു ഇൻ്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചേക്കുന്നത്? ആർത്ത് റോ മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ MGF കാണും അല്ലേ? MGF കണ്ടിട്ട് നമുക്ക് ആർത്ത് റോ മൊമെൻ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ MGF കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം ഇൻ്റഗ്രൽ ഓവർ 0 to ∞ e⁻⁻tx ഇൻറ്റു f(x) dx. എന്തുകൊണ്ടാണ് 0 to ∞ ലിമിറ്റ് എടുത്തേക്കുന്നത്? എക്സ് ചേഞ്ച് ചെയ്യുന്നത് 0 to ∞ ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡിഫറൻഷിയേറ്റ് ചെയ്തു, നമുക്ക് ആൻസർ എന്ത് കിട്ടി? 1/1 - t. ഇവിടെ ടി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് 1 - t ഹോൾ ഇൻവേഴ്സ്. അപ്പം അതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനേക്കാളും എക്സ്പാൻഷൻ എഴുതുന്നതാണ് നമുക്ക് എളുപ്പം. നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പാൻഷൻ എന്താണ്. സോ നമുക്ക് എക്സ്പാൻഷൻ ഒന്ന് എഴുതാം. അപ്പം നമ്മൾ mx(t) എക്സ്പാൻഷനായിട്ട് എഴുതി 1 + t + t² + t³ എക്സെട്ര. അപ്പം നമ്മുടെ ആർത്ത് റോ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? t⁻r/r ഫാക്ടോറിയൽ. അപ്പം നമ്മുടെ എക്സ്പാൻഷനകത്ത് t⁻r എന്നുള്ളൊരു ഫോം മാത്രമേ ഉള്ളൂ അല്ലേ? ഡിനോമിനേറ്ററിൽ r ഫാക്ടോറിയൽ ഇല്ല. അപ്പോൾ എല്ലാ ടേമിനെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അതായത് ടിയെ നമുക്ക് 1 ഫാക്ടോറിയൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. t² 2 ഫാക്ടോറിയൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പം t²/2 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് എന്നാണ് 2 ഫാക്ടോറിയൽ വരും. ഇനി അതേപോലെ അടുത്ത ടേം എന്ന് പറയുന്നത് എന്താവും? t⁻3 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു t³. t³/3 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 3 ഫാക്ടോറിയൽ. അതേപോലെ t⁻r/r ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? r ഫാക്ടോറിയൽ. ഇത് നിങ്ങളുടെ നോട്ടിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് എക്സ്പാൻഷൻ മെത്തേഡിൽ റോ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. ഇനി ഇവിടെ മീനും വേരിയൻസും വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് ഉപയോഗിച്ച് μ1' നമുക്ക് കണ്ടുപിടിക്കുക അല്ലേ? μ1' എന്താണ്? 1 ഫാക്ടോറിയൽ 1. μ2' എന്താണ്? 2 ഫാക്ടോറിയൽ 2. ഇപ്പം എന്ത് ചെയ്താൽ മതി? വേരിയൻസ് കാണണമെങ്കിൽ 2 - 1² ദാറ്റ് ഈസ് 1 itself. സോ അങ്ങനെയാണ് എക്സ്പാൻഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് 2-3 പ്രോബ്ലംസും കൂടെ കിടപ്പുണ്ട്. 1.25 തൊട്ട് ഇതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസാണ് കിടക്കുക. MGFനെ കുറിച്ചുള്ള പ്രോബ്ലംസാണ്. അത് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക. വർക്കൗട്ട് എക്സാമ്പിൾസ് ആയതുകൊണ്ടാണ് അത് ചെയ്ത് നമ്മൾ സമയം കളയാത്തത്. ഓക്കെ, ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരും. അപ്പോൾ എക്സാമിന് നിങ്ങൾ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കുക തന്നെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരിക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ എങ്ങനെയെങ്കിലും ചോദിക്കുക. ഇനി ഇത് എടുത്തു തരണം, ഏതെങ്കിലും പ്രോബ്ലം എടുത്തു തരണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തു തരാം. ഓക്കെ, മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ആദ്യത്തെ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു റാൻഡം വേരിയബിൾ ax+b കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ax+bയുടെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എങ്ങനെയാണ് വരിക? അപ്പോൾ അത് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഡെഫിനിഷൻ mx(t) എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് e⁻⁻xt ആണ്, അല്ലെങ്കിൽ tx ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എക്സിന് പകരം ax+b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ഓക്കെ, അപ്പം ഇ റേസ് ടു എ എക്സ് പ്ലസ് ബി ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു എ എക്സ് ടി പ്ലസ് ബി ടി. അതിനെ എങ്ങനെ എഴുതാം? ഇ റേസ് ടു എ എക്സ് ടി ഇൻറ്റു ഇ റേസ് ടു ബി ടി. ഓക്കെ, അപ്പോൾ ഇതിൽ ഇ റേസ് ടു ബി ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്കെടുത്ത് പുറത്തെഴുതാം അല്ലേ. എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. അങ്ങനെ നമുക്കതിനെ ഇ റേസ് ടു ബി ടി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് ടി എന്ന് എഴുതാം. ഇനി എ എക്സ് ടിയെ നമുക്ക് എ ടി ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ടി ഇൻറ്റു എക്സിനെ എങ്ങനെ എഴുതാം? എം എക്സ് ഓഫ് എ ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പം എ എക്സ് പ്ലസ് ബിയുടെ എം ജി എഫ് എന്ന് പറയുന്നത് ഇ റേസ് ടു ബി ടി ഇൻറ്റു എക്സിൻ്റെ എം ജി എഫ് അറ്റ് എ ടി. എവിടെയാണ്? എക്സിൻ്റെ എം ജി എഫ് എ ടി എന്ന് പറയുന്ന പോയിന്റിൽ എക്സിൻ്റെ എം ജി എഫ് ഇൻറ്റു ഇ റേസ് ടു ബി ടി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്. സോ ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി നമുക്ക് എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ടെങ്കിൽ, രണ്ട് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ അതിൻ്റെ എം ജി എഫ് എങ്ങനെയാണ് കാണുന്നത്? ഇഫ് എക്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ, ദെൻ എക്സ് പ്ലസ് വൈയുടെ എം ജി എഫ് എന്ന് പറയുന്നത് എം എക്സ് ഓഫ് ടി ഇൻറ്റു എം വൈ ഓഫ് ടി. അത് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രമേ ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്ന് വെച്ചിട്ട് രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടു. അപ്പോൾ അതിൻ്റെ എക്സ് പ്ലസ് വൈയുടെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും അതിൻ്റെ എക്സിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും വൈയുടെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും കണ്ടു. അപ്പോൾ അത് ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് എക്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കോൺവേഴ്സ് ട്രൂ അല്ല, വൺ സൈഡ് മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അപ്പം എക്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ ആണെങ്കിൽ നമുക്ക് എം ജി എഫ് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രൂഫും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എം ജി എഫിൻ്റെ ടേംസിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് രണ്ടുമാണ് എം ജി എഫിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു യുണീക്നെസ് തിയറം ഓഫ് എം ജി എഫ് എന്ന് പറയുന്നുണ്ട്. അതായത് രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെ എം ജി എഫുകൾ ഈക്വൽ ആണെങ്കിൽ എക്സിനും വൈനും ഒരേ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കൊരു എം എക്സ് ഓഫ് ടിയും എം വൈ ഓഫ് ടിയും നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടും ഈക്വൽ ആയിട്ടാണ് വരിക. ഇൻ ടേംസ് ഓഫ് ടി ആണല്ലോ വരിക. രണ്ടും ഈക്വൽ ആണെങ്കിൽ എക്സിനും വൈനും ഒരേ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതാണ് യുണീക്നെസ് തിയറം ഓഫ് എം ജി എഫ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം യുണീക്നെസ് തിയറം ഓഫ് എം ജി എഫ് സ്റ്റേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ എം ജി എഫ് എപ്പോഴും ഉണ്ടായിരിക്കണം, എപ്പോഴും എക്സിസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ചില ഡിസ്ട്രിബ്യൂഷനിൽ പേജ് നമ്പർ 48ൻ്റെ ഏറ്റവും ആദ്യമേ ഒരു ഡിസ്ട്രിബ്യൂഷൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ മുന്നോട്ട് പഠിക്കുമ്പോൾ അറിയാം. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോഷി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഒന്നും എം ജി എഫ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എം ജി എഫ് എക്സിസ്റ്റ് ചെയ്യാത്ത പലതരം ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പം അതൊരു എം ജി എഫിൻ്റെ ലിമിറ്റേഷനായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്കുള്ളത് എം ജി എഫ് പോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷനാണ്. അപ്പം അതിന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.